നാളെ ഈസ്റ്ററാണ്. അപ്പോൾ എല്ലാവർക്കും കിങ്ങിണി ഫാമിൻ്റെ വക ഈസ്റ്റർ ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്യുകയാണ്. അപ്പോൾ ഞാനിന്ന് നമ്മുടെ കോഴിയൊക്കെ കുറച്ച് തീറ്റ ഇട്ട് കൊടുക്കാം, പിന്നെ നമ്മുടെ കുട്ടന്മാരെയൊക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് ഞാനിങ്ങോട്ട് വന്നതാണ്. ഇപ്പോൾ വൈകുന്നേരമാണ്. ഇവിടെ വൈകുന്നേരത്തെ ചാണകമെല്ലാം മാറ്റി നമ്മുടെ കോഴി പുതിയ സെറ്റ് കോഴി കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പഴയതും ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവർക്കായിട്ട് ഞാനൊരു പുതിയ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുണ്ട്, പുതിയൊരു കൂടുണ്ട്. അപ്പം വിരിയുന്നവരെ രണ്ടുപേരെയും അവരുടെ വളർച്ചയ്ക്കനുസരിച്ച് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് 2 കൂട് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുമിച്ചിട്ടാൽ പറ്റില്ല. അതുകൊണ്ട് കുഞ്ഞു കോഴികൾക്ക് വിരിയുന്ന ആ ദിവസം തന്നെ ഇവരെ വേറൊരു കൂട്ടിലേക്ക് ഞാൻ മാറ്റിയാണ്. പിന്നെ വലിയ കോഴികളെ പഴയ കൂട്ടിൽ തന്നെയാണ്. അങ്ങനെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ കുറച്ച് അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് കഴിഞ്ഞിട്ട് ഇവരിനി കൂട്ടിലേക്ക് പോകും. സന്ധ്യ ആയിട്ടുണ്ട്. ഇവിടെ 7 മണിയുടെ അടുപ്പിച്ചാകെയാണ്. പിന്നെ പശുവിന് ഞങ്ങളിനി കുറച്ച് തീറ്റ പുല്ലിട്ട് കൊടുക്കും. ഇത് നമ്മുടെ മണിക്കുട്ടിയാണ്. മണിക്കുട്ടി കുറച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടിലാണ് കുഞ്ഞു കോഴികളെ ഞാൻ ഇടുന്നത്. ഈ 2 കൂട് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവർക്ക് വേണ്ടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്കിവരെ വളർത്തിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ 1 മാസം ആകുമ്പോൾ തന്നെ ഇവർ നല്ല രീതിയിൽ കാക്കയൊന്നും എടുക്കാത്ത രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വലിയ കോഴിയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അവർ ചവിട്ടി ഇവരെ കൊന്നുകളയും. അതുകൊണ്ടാണ് എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവരെ ചെറിയ കൂട്ടിലേക്ക്, കുഞ്ഞു കൂട്ടിലേക്ക് ഞാനിപ്പം മാറ്റിയത്. ആദ്യമായിട്ടാണ് ഞാനിവരെ ഇങ്ങനെ ഇടുന്നത്. 2 കൂട്. ഇതെൻ്റെ റംബൂട്ടാനാണ്. ഞാനിപ്പോൾ വാങ്ങി വച്ചതാണ്. അപ്പോൾ അത് കായ്ച്ചിട്ടുണ്ട്. കായോടെ തന്നെയാണ് ഞാൻ കായ്ച്ച ഒരു റംബൂട്ടാൻ തന്നെയാണ് വാങ്ങി വെച്ചത്. നമ്മുടെ കിങ്ങിണി ഫാമിലോട് ചേർന്ന് തന്നെയാണ് കേട്ടോ.